ഈ വീഡിയോ കാണുന്ന നിങ്ങൾ സ്പോട്ടിഫൈ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചു. എടാ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിനാണ് പോണത്. നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ട് ബസ്സിന് പോകുമ്പോൾ പാട്ടൊക്കെ കേട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കുള്ളൂ. ഞാനും പാട്ട് കേട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഞാനും ബസ്സിൽ കയറിയിരുന്നു. ഒരു സോങ് പ്ലേ ചെയ്തു. മഞ്ഞുമൽ ബോയ്സിലെ നെബുലകൾ എന്ന് പറഞ്ഞ പാട്ടാണ് ഞാൻ ഇട്ടത്. ആ പാട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ആഡ് വന്നു. സ്പോട്ടിഫൈയിലാണ് പാട്ട് പ്ലേ ചെയ്യണം. ഒരു ആഡ് വന്നു. ആഡ് കഴിഞ്ഞ് പിന്നെ വന്ന സോങ്ങിൽ എനിക്ക് ഒരുപാട് ഓർമ്മകൾ അങ്ങോട്ട് വന്നു. ഒരുപാട് പേരെ ഞാൻ മിസ് ചെയ്യാൻ തുടങ്ങി. വേറൊരു പ്ലേ ലിസ്റ്റിലത്തെ ഒരു പാട്ടായിരുന്നു. പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ആ പ്ലേ ലിസ്റ്റ് റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തിട്ടില്ല. ഞാൻ ട്രിപ്ലൈയിൽ എറണാകുളത്ത് പഠിക്കാൻ പോയിരുന്ന സമയത്ത് ഞാൻ കേട്ടോണ്ടിരുന്ന ഒരു പ്ലേ ലിസ്റ്റിലെ സോങ് ആണ് വന്നത്. ആ പ്ലേ ലിസ്റ്റിലെ സോങ്സ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ടൈം ലൈനിലുള്ള ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തു. ബസ്സിൽ പോരുന്ന സമയത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എന്നേക്കാൾ നല്ല പ്രായമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ നല്ല കമ്പനിയാണ്. ബിനോയേട്ടൻ, ഷർഫുക്ക, സൗരഭ്, അണ്ണൻ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ക്ലാസ്സിൽ പഠിച്ച എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു. ഫാക്കൽറ്റീസിനെ മിസ് ചെയ്യുന്നു. എന്തിനാ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെ പോലും എനിക്ക് മിസ് ചെയ്യുന്നു. അതൊക്കെ പോട്ടെ, ഞാൻ ഡെയിലി ആ ഒരു എന്താ പറയുക വരാന്തേക്കൂടെ ഇങ്ങനെ നടന്നു പോണ സമയത്ത് ഒരു സ്വീപ്പറായിട്ടുള്ളൊരു അമ്മയുണ്ട് അവിടെ. ആ അമ്മ ഡെയിലി അവിടെ തുടക്കണുണ്ടാവും. അപ്പം ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ രണ്ട് ചുവട്ടിലും ഈ എയർപോർട്ട്സ് ഉണ്ടാവും. അപ്പം ഞാൻ ഈ അമ്മനെ കാണുമ്പോൾ ഒന്ന് ചിരിക്കും, ഒന്നും സംസാരിക്കൊന്നുമില്ല, അധികം കമ്പനിയോ പരിചയമൊന്നുമില്ല. ആ അമ്മനെ പോലും എനിക്ക് മിസ് ചെയ്തു. സ്പോട്ടിഫൈ എന്തോ ഒരു സംഭവമാണ്. കറക്റ്റ് ആ ബസ്സിൽ ഞാൻ ഇരുന്ന സമയത്ത് തന്നെ ആ ഒരു പ്ലേ ലിസ്റ്റ് എങ്ങനെയോ പ്ലേ ആയി. എങ്ങനെ നിൽക്കാറൂടാ. ഇതൊരു ആഡ് ഒന്നല്ല കേട്ടോ, കാരണം ഞാൻ ഇതുവരെ പ്രീമിയം എടുത്തിട്ടില്ല. ഞാൻ ഇപ്പോഴും ആഡ് വന്നാൽ സഹിച്ചിരുന്നങ്ങോട്ട് കേൾക്കും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയൊരു കാര്യം പറഞ്ഞെന്നുള്ളൂ. അപ്പം ശരി, പിന്നെ വന്ന സ്ഥിതിക്ക് ഫോളോ ചെയ്തിട്ട് പോക്കോ. ബൈ ബൈ.